ഹായ് ഫ്രണ്ട്സ്, എന്നോടിപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം, അതായത് എനിക്ക് അറിയുന്ന ആളുകളാണെങ്കിലും ഫ്രണ്ട് സർക്കിളൊക്കെ ഉള്ള ആളുകളാണെങ്കിലും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഭ്രമയുഗത്തിന്റെ അപ്ഡേറ്റ് ഉണ്ടോ? മലൈക്കോട്ട വലവന്റെ എന്തെങ്കിലും അപ്ഡേറ്റുകൾ അറിഞ്ഞിട്ടുണ്ടോ? അതുപോലെ നമ്മുടെ ടർബോ അതിന്റെ എന്തെങ്കിലും അപ്ഡേറ്റ് അറിഞ്ഞിട്ടുണ്ടോ? എംപുരാന്റെ എന്തെങ്കിലും അപ്ഡേറ്റ് അറിഞ്ഞിട്ടുണ്ടോ? ഒരു പ്രത്യേകത വെച്ചാലേ, അത് നമ്മളിങ്ങനെ റിയാക്ഷൻ വീഡിയോസും ഇങ്ങനെ അപ്ഡേറ്റ് വീഡിയോസും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ്. അവർ പ്രോപ്പറായിട്ട് എല്ലാവരും ഇങ്ങനെ എല്ലാ സമയത്തും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും ഇവരുടെ പേജൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇൻസ്റ്റാഗ്രാം പേജ് ആയിരിക്കാം, അങ്ങനെ. അതുകൊണ്ടാണ് കേട്ടോ ചോദിക്കുന്നത്, വേറൊന്നുമല്ല, വലിയ സംഭവമായിട്ട് പറഞ്ഞല്ല. പക്ഷെ അങ്ങനെ ചോദിക്കാറുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ ലാലേട്ടന്റെയും മമ്മൂക്കിന്റെയും സിനിമകളാണ് വരാൻ പോകുന്നത്. ഇത്രയും കാലമായിട്ട്, ഇപ്പൊ എത്രയോ വർഷങ്ങളായിട്ട് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു, എത്രയോ യുവതാരങ്ങൾ വന്നു, ഒരുപാട് ലാംഗ്വേജിൽ അഭിനയിക്കുന്ന ഒരുപാട് സ്റ്റാർ വന്നു. പക്ഷെ എന്നിട്ടും ഇപ്പോഴും, അതായത് അന്നത്തെ കാലഘട്ടത്തിലെ ആൾക്കാരല്ല, ഇപ്പൊ ന്യൂ ജെൻ, ഇപ്പോ എന്റെയും നിങ്ങളുടെയൊക്കെ ഏജിലുള്ള ആ ഒരു ആളുകൾ പോലും കാത്തിരിക്കുന്നത് ഈ രണ്ട് പേരുടെ, ഈ അധികായന്മാരുടെ, ബിഗ് ഗെയിംസ് ഓഫ് മോളിവുഡ്, അവരുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആണ്. ഞാൻ ഇത് വീണ്ടും പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഈ സിനിമകളൊക്കെ 2024 പുതുവർഷം വന്നപ്പോഴും കാത്തിരിക്കുന്ന ലിസ്റ്റിൽ ഏറ്റവും വലിയ സംഭവമായിട്ട് കിടക്കുന്ന മലയാളം സിനിമകൾ ഇതൊക്കെയാണ്. ടർബോ, ഭ്രമയുഗം, അതുപോലെ മലൈക്കോട്ടെ വാലിബൻ, എമ്പുരാൻ. മാത്രമല്ല, IMDbയുടെ ഏറ്റവും 20, അതായത് 20 കാത്തിരിക്കുന്ന സിനിമകളുടെ 20 ലിസ്റ്റുകൾ, അതായത് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് ആളുകൾ കാത്തിരിക്കുന്ന സിനിമകളുടെ, ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന സിനിമകളുടെ ലിസ്റ്റിൽ 9ാം സ്ഥാനത്ത് ഭ്രമയുഗമാണ്, 13ാം സ്ഥാനത്ത് മലൈക്കോട്ടെ വാലിബനാണ്. അവിടെയും വന്നിരിക്കുന്നത് മലയാളത്തിന്റെ ഈ രണ്ടുപേരുടെ സിനിമകളാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോ എന്തായാലും രണ്ട് ചെറിയ അപ്ഡേറ്റുകൾ കുറെ മുമ്പ് വന്നിട്ടുള്ളതാണ്. ഒന്ന്, ടർബോയുടെ ഒരു ഫൈറ്റ് സീൻ അത് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു 10 സെക്കൻഡുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. പക്ഷെ അത് കുറെ മുമ്പ് നമ്മൾ ചെയ്യേണ്ട വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ ഒരുപാട് ആളുകൾ അത് റിയാക്ട് ചെയ്യുമ്പോൾ അത്ര ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. എനിവേ, അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. റെഡി? ഇത്രയുള്ള സാധനം. അതായത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല്, അവിടെ രക്ഷിത് ഷെട്ടി ഉണ്ട്. ആ പടം, അയാളുടെ ലാസ്റ്റ് ഇറങ്ങിയുള്ള സിനിമ ഉണ്ടല്ലോ, എന്താണ് അതിന്റെ, അയ്യോ, കിട്ടുള്ള സിനിമയാണ്, ഒരു ആടിന്റെ ഇതൊക്കെ വെച്ചിട്ടൊരു സിനിമ. അയ്യോ, ടോബി. അതിൽ നമ്മുടെ നായകൻ രക്ഷിത് ഷെട്ടി, അടിപൊളി അഭിനയ. സോറി, രാജ്ബി ഷെട്ടിയാണ് തോന്നുന്നു അല്ലെ? രാജ്ബി ഷെട്ടി. പുള്ളിക്കാരനുണ്ട് ഇതില്. അപ്പോ പുള്ളിക്കാരൻ ഇതില് ഓൾറെഡി സിനിമയിലുണ്ട്, നമുക്കറിയാം. പുള്ളിക്കാരൻ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. മമ്മൂക്കേന്റെ ചുറ്റും കുറെ ആളുകൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഇത് എന്താ ഡ്രസ്സ് എനിക്ക് മനസ്സിലായില്ല. അത് കരാട്ടെ പോലെ എന്തോ ഒരു മാർഷൽ ആർട്സ് അത് പഠിപ്പിക്കുന്ന ഏതോ ഒരു ആളായിട്ടാണ് മിക്കവാറും രാജ്ബി ഷെട്ടിയുടെ ക്യാരക്ടർ ഉണ്ടാവുക. കാരണം പുള്ളിക്കാരൻ അവിടെ ജസ്റ്റ് കയ്യിൽ രണ്ട് വാളോ എന്തോ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുള്ളൂ. എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ പുള്ളിക്കാരന്റെ ആളുകളാണ് മമ്മൂക്കേനെ അറ്റാക്ക് ചെയ്യുന്നത്. മമ്മൂക്ക സെന്ററിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ നോക്കിയിരിക്കുന്നത് വൈശാഖാണോ ആരെന്ന് എനിക്കല്ല, ഒരാൾ നോക്കിയിരിക്കുന്നത്, ആരെനിക്കറിയാം, അല്ലെങ്കിൽ ഫൈറ്റ് കൊറിയോ ആരെങ്കിലും ആയിരിക്കാം. സോ ഇത്ര ചെറിയൊരു സാധനമേ ഉള്ളൂ. പിന്നെ അവിടെ ഒരു ടേബിൾ എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട്. എന്തത്, ഒരു കട്ടിയുള്ള ഒരു എന്ത് സാധനം എനിക്ക് മനസ്സിലായി. വെള്ള കളറിൽ ഒരു ക്രിസ്റ്റൽ ടൈപ്പ് സാധനങ്ങൾ കുറെ ഇട്ടിട്ടുണ്ട്. അതിന്റെ മുകളിലും വേറെ എന്തോ സംഭവം വെച്ചിട്ടുണ്ട്. മീനാണോ അത്? വലിയ മീനാണോ? അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. അത് വലിയൊരു മീനാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. മിക്കവാറും അതന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു മാർക്കറ്റിൽ ഉള്ള ഫൈറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ചിലപ്പം പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. എനിവേ, ഇതാണ് ടർബോയുടെ വന്നിട്ടുള്ള ആ ലീക്കായ വീഡിയോ. കുറെ ചോദിച്ച ആളുകളോടാണ്. അപ്പോൾ ഇതാണ് ആ വീഡിയോ. അപ്പോൾ ഞാൻ അത് റിയാക്ട് ചെയ്തിരിക്കുന്നു. ഇനി മലൈക്കോട്ടെ വാലിബനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, സൂപ്പർ ഹീറോ മലൈക്കോട്ടെ വാലിബൻ. കാരണം ലാലേട്ടൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. 2 പോസ്റ്റ് വന്നിട്ടുണ്ട്. ഇന്നലെ ഒരു സാധനം വന്നിട്ടുണ്ട്, അതിന്റെ കുറച്ച് മുമ്പ് വേറൊരു സാധനം വന്നിട്ടുണ്ട്. നമുക്ക് കണ്ടു നോക്കാം. ഇതാണൊന്ന്. എന്റെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, നിങ്ങളോട് കൂട്ടുകൂടാൻ പുതിയ ഒരാൾ വരികയാണ്. ആരാണെന്ന് അറിയണ്ടേ? വാലിബൻ. ഈ വാലിബൻ കോമിക്സിൽ തമാശയും പസിൽസും അങ്ങനെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള എല്ലാം ഉണ്ട്. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? ഈ വരുന്ന ജനുവരി 25-ാം തീയതി ഈ വാലിബൻ നിങ്ങളെ എല്ലാവരെയും നേരിൽ കാണാൻ വരികയാണ്. മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയിലൂടെ. ഇത് നിങ്ങളുടെ സ്വന്തം വാലിബൻ. അപ്പൊ ഇതാണ് സംഭവം. മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ കോമിക്സ് അത് പുറത്തിറക്കാൻ പോവാണ്. സോ അതിന്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഒരു കോമിക്സ് ബുക്കായിട്ട് ഇറക്കാൻ പോകുന്നുള്ള. അപ്പൊ ഇവര് ഒരു
ഭയങ്കര സംഭവമായിട്ട് തന്നെ ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് മാത്രം ഇത് ഉണ്ടാവുമല്ലോ, ഒരു മലൈക്കോട്ടെ വരപ്പൻ സാധനം. ഇതൊക്കെ ഒരു എന്താ പറയുക, ഈ സിനിമയുടെ പ്രൊമോഷൻ ഏതൊക്കെ രീതിയിലേക്ക് പോകണമെന്നാണ്. അപ്പോൾ 25-ാം തീയതി വരാൻ പോകുന്ന സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പ്രൊമോഷൻ, ഇതൊക്കെ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അല്ലെ, ഭയങ്കര രസമായിട്ടുള്ള പരിപാടികളല്ലേ. ഇങ്ങനെ ഒരു കോമിക്സ് ആദ്യം ഇറക്കുക, അത് നമ്മുടെ ആളുകളുടെ അടുത്തേക്ക് എത്തും. അപ്പൊ അതിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ ആ കോമിക്സിൽ എന്താണ് കഥ കൊടുത്തിട്ടുള്ളത്, ഏത് രീതിയിലൊന്നും നമുക്കറിയില്ല. പസിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കോമിക്സ് എന്ന് പറയുമ്പോൾ ആ ഒരു കഥാപരമായിട്ടുള്ള കുറെ ഒരു സൂപ്പർ ഹീറോ പരിപാടിയാണല്ലോ പണ്ടൊക്കെ. ഇപ്പൊ മായാവിയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് മലയാളത്തിൽ മായാവി, ഡിങ്കൻ തുടങ്ങിയുള്ള ഒരുപാട് ആളുകളുണ്ട്. പുറത്താണെങ്കിൽ അതല്ലാതെ നമ്മൾ അയൺമാൻ അല്ലെങ്കിൽ മാർവൽസിന്റെ തന്നെ കോമിക്സ് ഒക്കെ ഒരുപാട് ആളുകൾ വായിച്ചിട്ടുണ്ടാവും. ഞാൻ വായിച്ചിട്ടുള്ള വേറെ കാര്യം, ചില സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, ഇനി കോമിക്സിലെ പോലെ തന്നെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ്. ഭയങ്കര വൈറലായിട്ടുള്ള ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. ഇവര് ഒരു സൂപ്പർ ഹീറോ ടൈപ്പ് പരിപാടിയാണോ എന്നും നമ്മൾ ഡൗട്ട് അടിക്കേണ്ടതുണ്ട്. ഇപ്പൊ എന്തായാലും അതിനെ കുറിച്ച് ഞാൻ കുറെ പറഞ്ഞിട്ട് വെറുതെ ഒരു ഹൈപ്പ് കൊടുക്കുന്നില്ല. സോ അത് എന്തെങ്കിലും ആവട്ടെ. ഇതല്ലാണ്ട് വേറെ പറയാനുള്ളത് ഒരു ചലഞ്ച് നിങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് ചോദിച്ചത്. ആ വീഡിയോ ഇന്നലെ കണ്ടായിരുന്നു, ഇതാണ്. കണ്ടത് നിജം, കാണാതത് പൊയ്. നീ കണ്ടതെല്ലാം പൊയ്. ഇനി കാണപ്പോവത് നിജം. പറയൂ. നിജം. ഈ നിപ്പാണ് നിപ്പ്. എന്താലേ കേട്ടിരുന്ന ആളുടെ എനർജി, ഭയങ്കര എനർജിയാണ് ലാലേട്ടൻ. ഈ സിനിമ ആ പോസ്റ്ററിൽ കണ്ട അതേ സാധനം. ആ പോസ്റ്ററിൽ കുറച്ചുകൂടി ആ ഡ്രസ്സും ഇതൊക്കെ ആയിട്ട് പിന്നെ ഒന്നും കൂടി ഒന്ന് ആവേശത്തോടെ ഇങ്ങനെ വലിച്ചിട്ടുണ്ട് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തിനാണ് ഇത് കാണിച്ചതെന്ന് വെച്ചാൽ, ഒന്നാ വീഡിയോ വന്നിട്ടുണ്ട്, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യാന്നുള്ളത്. പക്ഷെ അതിനേക്കാൾ ഉപരി ലാലേട്ടന്റെ മസിലിനെ കുറേ ആളുകൾക്ക് ലാക്കിയിരുന്നു. തല വേറെ, ബോഡി വേറെ, അല്ലെങ്കിൽ കൈ വേറെ ഫിറ്റ് ചെയ്തതാണ്, അത് ലാലേട്ടന്റെ ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ സിനിമ അനൗൺസ് ചെയ്യുന്നതിന്റെ ഒക്കെ ആ ടൈമിൽ തന്നെ ലാലേട്ടൻ ജിമ്മിൽ പോയിട്ട് കുറെ വർക്കൗട്ട് ചെയ്യുന്നതിന്റെയും ജിമ്മിൽ നിൽക്കുന്നതിന്റെയും അങ്ങനെ കുറേ വീഡിയോസ് വൈറലായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പുള്ളിക്കാരൻ തന്നെ അത് ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിന്റെ വീഡിയോസ് പുള്ളിക്കാരൻ തന്നെ തന്റെ ഇൻസ്റ്റ പേജിൽ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിവേ അതാണെങ്കിലും അല്ലെങ്കിലും ബാക്കിയുള്ള ഇൻസ്റ്റ ഫാൻ പേജിലൂടെ ഒക്കെ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. സോ പുള്ളിക്കാരൻ അത് ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് ജിമ്മിൽ പോയി വെയിറ്റ് എടുത്ത് ചെയ്തതാണ് എന്നുള്ളത് നമുക്ക് മിക്ക ആളുകൾക്കും അറിയാം. എന്നാലും പല ആളുകളും പറയാണ്, പ്രത്യേകിച്ച് ലാലേട്ടൻ ആ പൂയിമണലൊക്കെ ഇങ്ങനെ വാരിയിട്ടുള്ള ഒരു പോസ്റ്റർ വന്നപ്പോ, അതുപോലെ വേറെ കുറെ പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇങ്ങനെ കൈ ഇങ്ങനെ ചൂണ്ടി നിൽക്കുന്നതിലുള്ള ആ കൈയിന്റെ ഒരു ഇത്, ആ ബോഡി കണ്ടിട്ട് അതുപോലെ ലാസ്റ്റ് എന്താണ് അകത്ത് ദേവി ആ സംഭവം ഉണ്ടല്ലോ, അതില് നിങ്ങൾ ആരാന്ന് ചോദിക്കുന്ന സമയത്ത് ലാലേട്ടൻ പറയും, ഞാൻ വാലിബൻ, മലൈക്കോട്ടെ വാലിബൻ എന്നൊക്കെ നിൽക്കുന്ന സാധനമുണ്ട്. ആ നിപ്പിൽ കാണുന്ന മസില് ഒക്കെ ഫിറ്റിങ്സ് ആണ്, VFX ആണ് പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ വലിക്കുന്ന സമയത്ത് ജസ്റ്റ് ഞാൻ എടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആ കയ്യിൽ മസിലുണ്ട്. നമ്മൾ ആ പോസ്റ്ററിൽ കണ്ട അതേപോലെ തന്നെ കൈ കിടക്കുന്നത്. പുള്ളിക്കാരൻ വർക്കൗട്ട് ചെയ്ത് ഏകദേശം ബോഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാതെ വെറുതെ VFXും അല്ലെങ്കിൽ തല വെട്ടിയൊട്ടിച്ച പരിപാടിയൊന്നുമല്ല. സോ അത് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ എടുത്തൂടെ റിയാക്ട് ചെയ്യാൻ കാരണം. സോ അങ്ങനെ പറയുന്ന ആൾക്ക് വെറുതെ കുയിന്തന്മാരൊരു പറയാതുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇപ്പൊ എന്ത് പറയാൻ. എനിവേ ഈ രണ്ട് സിനിമകൾ ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും ഭയങ്കര കാത്തിരിക്കുന്ന സിനിമയാണ്. അതായത് ഇപ്പൊ ബ്രഹ്മയുഗം ഒരു വല്ലാത്തൊരു പരിപാടിയാണ്. അതുപോലെ എമ്പുരാൻ ഭയങ്കര ആക്ഷൻ പരിപാടിയാണ്. എല്ലാം ഡിഫറെന്റ് സാധനങ്ങളെല്ലാം പറയണ്ടോ. അപ്പൊ ബ്രഹ്മയുഗത്തിന്റെ ഒരു ഐഡിയയും കിട്ടുന്നില്ല, എന്താ സംഭവം നമുക്ക് അറിയില്ല. ഏകദേശം ഏത് രീതിയിലൊക്കെ പോകുന്ന അറിയില്ല. ഹൊററാണ്, ഒരു പുതിയ ട്രീറ്റ്മെന്റ് ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ആ ഒരു എക്സൈറ്റ്മെന്റ് ഭയങ്കര ഉണ്ട്. എമ്പുരാനിലേക്ക് വരുമ്പോൾ ഒരു പക്ക ആക്ഷൻ പടമായിരിക്കും. മാത്രമല്ല ആദ്യത്തെ ഫസ്റ്റ് പാർട്ടിൽ എന്ത് നടന്നു എന്നൊക്കെ അറിയാനുള്ള ഒരു വല്ലാത്തൊരു ത്രില്ലുണ്ട്. പിന്നെ മലൈക്കോട്ട വാലിബനിലേക്ക് വരുമ്പോൾ ബ്രഹ്മയുഗം പറഞ്ഞ പോലെ ഇത് എന്താണെന്നൊരു പിടിയില്ല. കുറെ ആക്ഷൻ ആണെന്ന് തോന്നും ചില സാധനങ്ങൾ കാണുമ്പോൾ. ഇപ്പൊ ഈ വീഡിയോ കണ്ടാൽ പോലും നമുക്ക് ഇതൊരു ആക്ഷൻ ഓറിയന്റഡ് സാധനം വിചാരിക്കും. പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ക്ലാസിക് ആയിട്ടുള്ള ഒരു സാധനം, ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പരിപാടി. വേറെ ചില കണ്ടത് നാടകമാണോ, അത് എന്താ സംഭവം, ഒരു പിടി കിട്ടാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അത് തിയേറ്ററിൽ തന്നെ കണ്ട് നമുക്ക് അത് കാണണം, എന്താണെന്ന് അറിയണം എന്നുള്ളൊരു വല്ലാത്തൊരു, ഫസ്റ്റ് ഷോ തന്നെ പോയി കാണണം. ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സിനിമ, അതിന്റെ പോസ്റ്റർ കൊണ്ടും അപ്ഡേറ്റുകൾ കൊണ്ടും ഒക്കെ. അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പൊതുവേ നമ്മൾ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു സാധനം ഐഡിയ കിട്ടത് ഇന്നതാണ്. പക്ഷേ മലൈക്കോട്ട വാലിബനിൽ അതില്ല. സോ ആ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഭയങ്കര സംഭവമാണ്. ടർബോയിലേക്ക് വരുമ്പോൾ മിഥുൻ മാനുവൽ തോമസ് ആണ് സ്ക്രിപ്റ്റ്. മമ്മൂക്കേന്റെ ഒരു ആക്ഷൻ പടം വരിക, അതും പക്ക ഇടി എന്നാണ് പറയുന്നത്. ടർബോന്റെ ഫസ്റ്റ് പോസ്റ്ററിനെ കൈ ഇങ്ങനെ നിൽക്കുന്നതാണ്. അവിടെ
മിഥുൻ മനോൽ തോമസ് പറഞ്ഞത്, പുള്ളിക്കാരൻ പറഞ്ഞത് ഇടി എന്നാണ്. എന്താണ് ആ കൈ അങ്ങനെ? ഇടി. സോ ഒരു പക്ക ഇടിപ്പടം. അപ്പോൾ എല്ലാം ഒന്നിനൊന്ന് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് നമ്മൾ കാത്തിരിക്കുന്ന സിനിമകളാണ്. എല്ലാം ഡിഫറെന്റ് ജോണറാണ്. സോ എന്തായാലും ഇവര് അടിച്ച് പൊളിക്കാണ്. ഇവരെ അർമാദിക്കട്ടെ. അല്ലാണ്ട് എന്ത് പറയാനാണ്? ഈ ഏജിലും അവര് ഇൻഡസ്ട്രി ഭരിക്കുക എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല. വെറുതെ പണ്ട് ചെയ്ത കുറെ കഥാപാത്രങ്ങൾ കൊണ്ടൊന്നുമല്ല. ഇപ്പോഴും അവർ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ആ സിനിമ വരാൻ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ജനറേഷനിലെ ആളുകളെ പോലും, ചെറിയ കുട്ടികളെ പോലും, ഈവൻ സിനിമ കണ്ട് മനസ്സിലായ കുട്ടികൾ, അല്ലെ പിഞ്ചു കുട്ടികളാരും വരരുത്, ആ കുട്ടികളെ പോലും എക്സൈറ്റഡ് ആക്കാൻ പറ്റുന്നുണ്ട്. ആ സിനിമ കാണണം എന്നുള്ളൊരു ഒരു ത്വര ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതന്നെയാണ് അവർ ഈ സ്റ്റാർ ആയിട്ട് ഇങ്ങനെ മുകളിൽ നിൽക്കാനുള്ള കാരണം. സോ എന്തായാലും ഞാൻ എല്ലാ പടത്തിനും കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവരുടെ വരാനുള്ള ഈ എല്ലാ പടത്തിനും ഒരു പിടി പടങ്ങളുണ്ട്. അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തതാണ്. സോ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പടം മമ്മൂക്കയുടെ പടമാണോ ലാലേട്ടന്റെ പടമാണോ? ഈ ലാലേട്ടന്റെ ആണെങ്കിലും മമ്മൂക്കയുടെ ആണെങ്കിലും ഏതാണ് ആ പടം എന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ